അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയൊരു അപ്ഡേറ്റ് നൽകിയതിന് ശേഷം ഇന്നലെ സംസാരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന തലാഖുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് പോകാം. മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപായിട്ട് ഞാനൊരു ചെറിയൊരു തമാശ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതെന്തെന്നാൽ, ഒരു ദമ്പതികൾ അവരുടെ ആയുഷ്കാലം മുഴുവൻ പണം സമ്പാദിച്ചു, ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിച്ചു, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വേണ്ടി ജീവിച്ചു. അങ്ങനെ അവർ പ്രായമായി റിട്ടയർ ആയപ്പോൾ അവരുടെ അടുത്ത് അവരുടെ സമ്പാദ്യത്തിൻ്റെ മുഴുവൻ ബാക്കിയായിട്ടുള്ള പൈസ എല്ലാം കൂടി കൂട്ടി അവർ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു. ഹോങ്കോങ്ങിൽ വെച്ചിട്ടാണ് നടക്കുന്ന സംഭവം. അപ്പോൾ ആ ഹോങ്കോങ്ങിൽ ഒരു ഏരിയ മുഴുവൻ 15ഉം 20ഉം നിലകളുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുടെ ഒരു സമുച്ചയം. അതിലൊരു ബിൽഡിങ്ങിനകത്താണ് ഈ ദമ്പതികൾ 15ാമത്തെ നിലയിൽ ഫ്ലാറ്റ് വാങ്ങിച്ച് സന്തോഷമായി കഴിഞ്ഞുകൂടുന്നത്. അവരവരുടെ സമ്പാദ്യത്തിൻ്റെ ബാക്കിയുണ്ടായിരുന്ന പണം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശയും കൊണ്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരുന്നിരുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് വളരെ സ്നേഹമായിരുന്നു, ഭർത്താവിന് ഭാര്യയോട് വളരെ സ്നേഹമായിരുന്നു. അങ്ങനെ അവർ പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ജനറേറ്ററിന് എക്സ്പ്ലോഷൻ നടന്നു. ജനറേറ്റർ പൊട്ടിത്തെറിച്ചു. അപ്പോൾ ആ ഭാഗത്ത് മുഴുവൻ ഇരുട്ടായി. ഇവർക്ക് ഇവരുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റില്ല, നടന്നു കയറേണ്ടി വരും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. കുറേ അങ്ങ് കയറിക്കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എനിക്ക് 2 വിഷയങ്ങൾ പറയാനുണ്ട്. ഒന്ന് സന്തോഷം നൽകുന്നൊരു വിഷയമാണ്, മറ്റേത് കുറച്ച് ദുഃഖം നൽകുന്ന വിഷയമാണ്. ഞാൻ എന്താദ്യം പറയണം? അപ്പോൾ ഭാര്യ പറഞ്ഞു, സന്തോഷം നൽകുന്നത് ആദ്യം പറയൂന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമ്മുടെ ഫ്ലാറ്റ് 15ാമത്തെ നിലയിലാണ്, നമ്മൾ ഓൾറെഡി 13 നില കയറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സന്തോഷം നൽകുന്ന വാർത്ത. ഭാര്യ പറഞ്ഞു, തീർച്ചയായിട്ടും സന്തോഷം തന്നെ. ഇനി പ്രയാസം നൽകുന്ന ദുഃഖം നൽകുന്ന വാർത്ത എന്താണ്, അതും പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമ്മൾ കയറിയിട്ടുള്ള ബിൽഡിങ് തെറ്റിപ്പോയി, ഇതല്ല നമ്മുടെ ബിൽഡിങ്, ഇതിൻ്റെ അടുത്ത ബിൽഡിങ്ങാണ് നമ്മുടേത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ സന്തോഷവും ദുഃഖവും നിറഞ്ഞ 2 വാർത്തകൾ പറയപ്പെട്ടു. അതുപോലെ നിങ്ങളുടെ മുൻപിൽ എനിക്ക് സന്തോഷവും ദുഃഖവും നിറഞ്ഞ 2 വാർത്തകൾ പറയാൻ വേണ്ടിയിട്ട് മുനമ്പം വഖഫുമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും പറഞ്ഞതുപോലെ ഒരുപക്ഷെ നിങ്ങളും പറയുമായിരിക്കും, സന്തോഷം നൽകുന്നത് ആദ്യം പറയുക. സന്തോഷം നൽകുന്നത് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആധാരം വഖഫ് ആധാരമാണ്, ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ഡിതന്മാർ ആരും മുൻപോട്ട് വന്നില്ല. അവരൊക്കെ ഉറക്കത്തിലായിരുന്നു. ഇപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ഉസ്താദും അബ്ദുസ്സമദ് പോക്കൂട്ടൂർ എന്ന് പറയുന്ന ഉസ്താദും പിന്നെ INL-ന്റെ ലീഡറായിട്ടുള്ള മറ്റൊരു വ്യക്തിയും ഇവർ 3 പേരും അസന്നിഗ്ധമായിട്ട് പറയുകയുണ്ടായി, ഈ ആധാരം വഖഫ് ആധാരം തന്നെയാണ്, അത് വഖഫ് ഭൂമി തന്നെയാണ്. അൽഹംദുലില്ലാ. ഇതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത്? മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ വൈകിയാണെന്നുണ്ടെങ്കിലും തിരിച്ചറിവുണ്ടായിരിക്കുന്നു. അൽഹംദുലില്ലാ. ഇതാണ് സന്തോഷം നൽകുന്ന കാര്യം. പിന്നെ ദുഃഖം നൽകുന്ന കാര്യം എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം ഹുസൈൻ മടവൂർ പറയുകയുണ്ടായിരുന്നു, കേരളത്തിലുള്ള മുഴുവൻ സംഘടനകളും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ലീഡർഷിപ്പിനകത്ത് കൂടിയിട്ടുണ്ടായിരുന്ന യോഗത്തിൽ വെച്ചിട്ട് അവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. രണ്ടാമതായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുകയാണ്, ഞങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ തവണ വഖഫ് മന്ത്രിയായിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊന്നും അവിടെ മുനമ്പം എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, അവർക്കെതിരെ ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അതേപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് കോർട്ട് കണ്ടംപ്റ്റ് വരെ വരും എന്ന സിറ്റുവേഷനിലായി ഈ അവിടെ താമസിക്കുന്നവർക്കെതിരെ നോട്ടീസ് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും നോട്ടീസ് അയക്കുക പോലും ചെയ്തില്ല. ഞങ്ങളങ്ങനെ അതിനെ ഡ്രാഗ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം TK ഹംസനെ കൊണ്ടുവന്ന് രംഗത്തിട്ടു. അദ്ദേഹമാണ് നോട്ടീസ് അയച്ചത്.
അങ്ങനെ എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെയെങ്കിലും നിസാർ കമ്മീഷനെ മറികടക്കണം. നിസാർ കമ്മീഷനെ മറികടന്നു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് പോകേണ്ട വരില്ലല്ലോ, അവരവിടെ സ്ഥിരതാമസമാക്കും. അത് തന്നെയാണ് ഫസൽ ഗഫൂറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസൽ ഗഫൂർ പറഞ്ഞത് ഈ നിസാർ കമ്മീഷൻ ഇതൊന്നും ശരിക്കും പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാർ കമ്മീഷൻ ഇത് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ഒക്കെ ശരിയല്ല, തെറ്റാണ്, അതുകൊണ്ട് ഇതൊരു വഖഫ് ഭൂമിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള 4 പേരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സങ്കടകരമായ കാര്യം, ദുഃഖകരമായ കാര്യം. ഇന്നലെ ഹുസൈൻ മടവൂർ മസ്ജിദ് നബിയുടെ ഇമാം ഷെയ്ഖ് അബ്ദുള്ള ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ ഷെയ്ഖുമായി അദ്ദേഹം പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയും അങ്ങനെ മസ്ജിദ് നബിയുടെ ഇമാം അബ്ദുള്ള ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗ പരിപാടിയിൽ വെച്ച് ഹുസൈൻ മടവൂരും ഒരു ചെറിയ പ്രഭാഷണം നടത്തുകയുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വഖഫിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്നത് മുനമ്പം വഖഫ് ആണോ അല്ലയോ എന്ന തർക്കം നിലനിൽക്കുമ്പോൾ, അതായത് മുനമ്പം വഖഫ് ആണോ അല്ലയോ എന്ന തർക്കം നിലനിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മുനമ്പത്തെ ഒരു വഖഫ് ആണോ അല്ലയോ എന്ന തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ആർക്കാണ് ഇത് വഖഫ് ആണോ അല്ലയോ എന്ന തർക്കമുള്ളത്? ഒരാൾക്കും തർക്കമില്ല. ഇത് വഖഫ് തന്നെയാണ്. ഈ ആധാരം വഖഫ് ആധാരമാണ്, തർക്കമില്ല. ഈ ഭൂമി വഖഫ് ഭൂമിയാണ്, തർക്കമില്ല. കാരണം എന്താണ്? ഈ മുഹമ്മദ് സിദ്ദീഖ് സേഠ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ സ്വത്ത് വഖഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വഖഫ് ആധാരം തുടങ്ങുന്നത് തന്നെ പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ വഖഫ് ആധാരം ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എൻ്റെ പേരിലുള്ള 404.76 ഏക്കർ സ്ഥലം ഞാൻ വഖഫ് ചെയ്തു തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാറൂഖ് കോളേജിന് ഞാൻ വഖഫ് ചെയ്യുന്നു. ആ കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് 2 സ്ഥലത്ത് വഖഫാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽ. പിന്നെ എന്താണ് ഈ ഡോക്യുമെന്റ് ഇതിന് വഖഫല്ല എന്ന് പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്തെന്നാൽ കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള മുഫ്തിമാർ, വഖഫിന്റെ വിഷയത്തിൽ ഫത്വ നൽകാൻ പ്രാപ്തരായിട്ടുള്ള, ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിയുന്ന മുഫ്തിമാരായിട്ടുള്ള ശങ്കരം വക്കീലും കാസയും ABC ന്യൂസും KCBCയും പിന്നെ കുറെ പാതിരിമാരും അതുകൂടാതെ തന്നെ കുറെ അണ്ടനും അടകൂടനും മറുനാടനും വിസർജനം TVയും ഇവരൊക്കെ കൂടിയിട്ട് ഫത്വ നൽകിയിരിക്കുകയാണ്. ഈ ആധാരത്തിനകത്ത് 2 കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതിന് ക്രയവിക്രയത്തിന് അനുവാദമുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ ഫാറൂഖ് കോളേജ് ഇല്ലാതായാൽ ഇത് അദ്ദേഹത്തിലേക്ക് തന്നെ ഈ സ്വത്ത് തിരിച്ചു വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിലേക്ക് സ്വത്ത് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ഇത് വഖഫ് ആധാരമല്ല എന്ന് ഈ പറഞ്ഞിട്ടുള്ള മുഫ്തിമാരൊക്കെ ഫത്വ നൽകിയതിന്റെ കെയറോഫിൽ നമ്മുടെ മുസ്ലിം ലോകം, മുസ്ലിം പണ്ഡിതന്മാർ വരെ ശരിയാണ്, അങ്ങനെ ഒരു നിബന്ധന ഉണ്ടെങ്കിൽ ഇത് വഖഫ് ആധാരമല്ല എന്ന് അവരും പറയുന്നു. അക്കൂട്ടത്തിൽ അത് ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹുസൈൻ മടവൂർ. അപ്പോൾ ഇവിടെ എനിക്ക് ഹുസൈൻ മടവൂരിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു അപേക്ഷ എന്തെന്നാൽ, സഹോദര, താങ്കൾ ഈ മദീനയിലെ ഇമാമുമായിട്ടുള്ള പരിപാടികളുമായിട്ട് നിങ്ങൾ വളരെയധികം അടുത്തിടപഴകുന്ന ഒരു ചുറ്റുപാടിൽ ഈ മുനമ്പത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും. ഈ സ്വത്ത് വഖഫാണോ അല്ലയോ? നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ വഖഫാണോ അല്ലയോ എന്ന തർക്കം നിലനിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മുനമ്പത്തെ ഒരു വഖഫ് ആണോ അല്ലയോ എന്ന തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ആ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കളോട് എനിക്കൊരു അപേക്ഷയുള്ളത്, നിങ്ങൾ ആ ഇമാമിനെ, മസ്ജിദ് നബിയുടെ ഇമാമിനെ നിങ്ങളുടെ മുൻപിൽ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾക്കൊക്കെ അത് പരിഹാരമാവാൻ സാധ്യതയുണ്ട്. ഒന്നാമതായിട്ട് താങ്കൾ ചോദിക്കേണ്ടത്, ഷേഖിന് മുമ്പിൽ ഇരുത്തിട്ട് ചോദിക്കുക, ഷേഖ്, ഞാൻ ഹുസൈൻ മടവൂർ, എനിക്ക് 4 ചുറ്റും മതിലുള്ള 1/2 ഏക്കർ സ്ഥലം, അതിനകത്ത് നല്ല സുന്ദരമായ പൂന്തോട്ടം, അതിനോടൊപ്പം തന്നെ 3 നില കെട്ടിടം, ഒരു കൊട്ടാര സമാനമായ 3 നില കെട്ടിടം, അത് ക്ലാസിക് ഫർണിച്ചർ കൊണ്ട് അതിനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു.
ഈ ബിൽഡിംഗ് ഞാൻ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് മാസത്തേക്ക് 50,000 രൂപ വാടക ലഭിക്കും. ഒരു വർഷത്തേക്ക് 6 ലക്ഷം രൂപ വാടക ഇനത്തിൽ ലഭിക്കും. അത് 20 വർഷത്തേക്ക് 1,20,00,000 രൂപ വാടക ഇനത്തിൽ ലഭിക്കും. 20 വർഷത്തേക്ക് ഞാൻ US പോവുകയാണ്, ഞാൻ നാട്ടിലുണ്ടാവുകയില്ല. ഈ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളോ പേരക്കുട്ടികളോ സഹോദരങ്ങളോ അയൽക്കാരെയോ എനിക്ക് വിശ്വാസമില്ല. ഞാൻ വഖഫ് ബോർഡിനെ വിശ്വസിക്കുന്നു. ഈ സ്വത്ത് ഞാൻ 20 വർഷത്തേക്ക് വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ടവർക്ക് അവർക്ക് കൊടുക്കുക. 2.5%, വർഷത്തിൽ 2.5% മാറ്റിവെച്ച് സക്കാത്ത് കൊടുക്കുക. വർഷത്തിൽ 7.5% വഖഫ് ബോർഡ് നോക്കി നടത്തുന്നതിന് അവരുടെ ഫീസ് എടുക്കുക. ഇത്തരത്തിലുള്ളൊരു വഖഫ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? 20 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു തരണം വഖഫ് ബോർഡ് എന്ന് നിങ്ങൾ ഷെയ്ഖിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഷെയ്ഖ് എന്ത് പറയും? വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ഇയാൾ ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരരുത്, ഓടിക്കോ എന്ന് പറയുമോ ഷെയ്ഖ്? പറയില്ല. ഷെയ്ഖ് പറയും, സമൂഹത്തിന് നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പാവപ്പെട്ടവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ 20 കൊല്ലത്തേക്കെങ്കിൽ 20 കൊല്ലത്തേക്ക് ഇത് വഖഫ് തന്നെയാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ. അപ്പോൾ സിദ്ദീഖ് സേഠ് അദ്ദേഹം ഫാറൂഖ് കോളേജ് ഇല്ലാതാകുമ്പോൾ ഇത് എന്നിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്ന കണ്ടീഷൻ വെക്കുന്നത് കൊണ്ട് എങ്ങനെയാണത് വഖഫ് ഇല്ലാതാവുക? സിദ്ദീഖ് സേഠ് ഇത് തിരിച്ചു തരണം എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കുന്ന ജനങ്ങൾക്കാണ് ഇതിൽ ദൃഷ്ടാന്തമുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയത്തിൽ നിന്ന് മാറി വേറൊരു കാര്യം പറഞ്ഞു തരാം. അതെന്തെന്നാൽ, അറേബ്യയിൽ പഴയ കാലത്ത് ഹാറൂൺ റഷീദിന്റെ കാലവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. എനിക്കറിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാനിതുമായി ബന്ധപ്പെടുത്തുന്നില്ല. 2 സുഹൃത്തുക്കൾ വളരെ ഉറ്റമിത്രങ്ങളായിരുന്നു. അവർ രണ്ടുപേരും, അവർക്ക് പള്ളിയിൽ വെച്ചാണ് അവരുടെ സുഹൃത്ത് ബന്ധം ഡെവലപ്പാകുന്നത്. അങ്ങനെ രണ്ടുപേരും ഉറ്റ മിത്രങ്ങളാകുന്നു. മിത്രങ്ങളായതിനു ശേഷം ഇവർ രണ്ടുപേരും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടും. ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഉറ്റമിത്രങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരാൾ ധനാഢ്യനായിരുന്നു. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാമ്പത്തിക ഭദ്രതയൊന്നുമില്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ ഇവർ രണ്ടുപേരും തബ്ലീഗിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ, പ്രബോധന പ്രവർത്തനത്തിന് പോയി കഴിഞ്ഞ സമയത്ത് ഇതിൽ ധനാഢ്യനായിട്ടുള്ള മനുഷ്യന് മരണം വരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് തൻ്റെ സാമ്പത്തിക ഭദ്രതയില്ലാത്ത സുഹൃത്തിനോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കണം, എനിക്കൊരുപാട് സ്വത്തുകളുണ്ട്, ആ സ്വത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം, നിങ്ങളുടെ ആവശ്യത്തിന് ചെലവിന് വേണ്ടി നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാം. എല്ലാം കഴിഞ്ഞ് ഇപ്പം എൻ്റെ മകന് 11 വയസ്സാണ്. അവൻ ഏകദേശം പ്രായപൂർത്തിയാകുമ്പോൾ തിരിച്ചറിവിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ പയ്യന് കൊടുക്കണം, ബാക്കി നിങ്ങൾക്ക് വെക്കാം എന്ന ഒരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഈ പണം ഒരു വല്ലാത്തൊരു സാധനം തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തിലും മാറ്റം വരും. അപ്പോൾ ഒരുപാട് പണം ആദ്യമായിട്ട് ഇദ്ദേഹം കാണുകയാണ്. ഒരുപാട് സമ്പാദ്യം, മാസം തോറും നല്ല വരുമാനം ഉണ്ടാകുന്നു. അതിൽ കുറേ ഭാഗങ്ങൾ ഈ മരണപ്പെട്ടു പോയ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടുകാർക്ക് കൊണ്ടേ കൊടുക്കുന്നു. കുറേ ഇദ്ദേഹം ആസ്വദിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു നല്ല ലക്ഷറി ലൈഫ് ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം ഈ പയ്യൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യഗൗരവം വന്നെത്തിക്കഴിഞ്ഞപ്പോൾ അയൽക്കാരൊക്കെ പറയുകയുണ്ടായിരുന്നു, ഇനി ഏതായാലും നിങ്ങൾ ഈ പയ്യനെ ഏൽപ്പിക്കൂ, അവന് ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അറിയും, അവൻ്റെ കൃഷിയും കാര്യങ്ങളും പനയിൽ നിന്ന് ഈത്തപ്പഴം എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ പയ്യനായിട്ടുണ്ട്, ഇവൻ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കോളും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവൻ്റെ സ്വത്ത് അവന് തിരിച്ചു കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവന് ഇന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ പയ്യന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. കൊടുത്തു കഴിഞ്ഞത് എന്താണ്? ഒന്നിനും കൊള്ളാത്ത കുറേ ഭാഗങ്ങളൊക്കെയാണ് ഈ പയ്യന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലതൊക്കെ ഈ മനുഷ്യൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത്, എനിക്കിഷ്ടമുള്ളത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ആ പയ്യനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് രാജാവിൻ്റെ അടുത്തെത്തുന്നു. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, നീ എന്താണ് ആ പയ്യനെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ആരായാലും എന്ത് പറയും? മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസിയത്ത് ഉണ്ടായിരുന്നല്ലോ, നിനക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാജാവും തിരിച്ചൊന്നും പറയാറില്ല. എന്നാൽ ഈ രാജാവ് അങ്ങനെയല്ല പറഞ്ഞത്. സഹോദര, നിങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടോ? ആ പയ്യന്റെ മരണപ്പെട്ടു പോയിട്ടുള്ള പിതാവിനെ അറിയാം, നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിനക്കിഷ്ടമുള്ളത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നിനക്കിഷ്ടമുള്ളതാണ് നീ വെച്ചിരിക്കുന്നത്,
നിനക്കിഷ്ടമില്ലാത്തതാണ് നീ ആ പയ്യന് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പയ്യന് കൊടുത്തത് തിരിച്ചു വാങ്ങിക്കുക, നിനക്കിഷ്ടമുള്ളത് നീ ആ പയ്യന് തിരിച്ചു കൊടുക്കുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ കാരണം, ശരിക്കും മുഹമ്മദ് സിദ്ദീഖിന്റെ ഈ വസിയത്ത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോജിക്ക് അവിടെ കാണാൻ കഴിയും. എങ്ങനെ കാണാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി ഒരു കാലത്ത് ഫാറൂഖ് കോളേജ് ഇല്ലാതായാൽ ഈ സ്വത്തുക്കൾ എന്നിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സന്താന പരമ്പരകളിലേക്ക് മടക്കപ്പെടും എന്ന് പറയുമ്പോൾ ഈ നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ അങ്ങോട്ട് കൊടുത്തേക്കും എന്ന് പറഞ്ഞിട്ട് ആ ലോജിക്ക് ഉണ്ടല്ലോ, അത് ഇവിടെ കാണാം. എന്താണ്? ഫാറൂഖ് കോളേജ് ഇല്ലാതാവുന്ന ഒരു കാലം വരുന്നത് വരെ ഈ സ്വത്തിനെ വിറ്റ് നശിപ്പിക്കാതെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണം എന്ന ഒരു കണ്ടീഷൻ, എന്ന ഒരു ഇൻസ്ട്രക്ഷൻ, എന്ന ഒരു ഷർത്ത്, എന്ന ഒരു ലോജിക്ക് ഇവിടെ ആ ആധാരത്തിൽ കാണാൻ കഴിയും. അത് മനസ്സിലാക്കാതെ ഫാറൂഖ് കോളേജിന്റെ അടുത്ത് ഈ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അതിനെ നശിപ്പിച്ചു. വാസ്തവത്തിൽ ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന ഒരു കാലം വരെ ഈ പ്രോപ്പർട്ടി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിലനിൽക്കേണ്ടതായിരുന്നു. ഈ ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ ഇത് നിലനിൽക്കേണ്ടതായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് ഈ ശങ്കരം വക്കീലും കാസയും എബിസിയും ഒക്കെ പറയുന്ന ഫത്വ ഉണ്ടല്ലോ, ഏത് ഫത്വ? ഇത് ക്രയവിക്രയം. ഈ ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതിന് ഒരു വിരോധവുമില്ല ഇസ്ലാമികമായിട്ട്. എന്തുകൊണ്ടെന്നാൽ 400 ഏക്കർ പരന്നു കിടക്കുന്ന ഭൂമി, തരിശായി കിടക്കുന്ന ഭൂമി, കാര്യമായിട്ട് അതിൽ നിന്നും വരുമാനം വരുന്നില്ല. ഇവിടെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ആവേണ്ടത്. ആ ഡെവലപ്പ് ആവേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗം ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തെ വിൽക്കാം. ഇസ്ലാമികമായിട്ട് അനുവാദം തന്നെയാണ്. അപ്പോൾ സാന്ദർഭികമായിട്ട് ഹുസൈൻ മടവൂർ സാഹിബിനോട് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. സഹോദര, നിങ്ങൾ ഹറമിലെ ഇമാമിനോട് ഈ കാര്യം കൂടി ചോദിച്ചു നോക്കുക. ഒരാൾ 400 ഏക്കർ വഖഫ് ചെയ്യുന്നു, എന്നിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, സമൂഹത്തിന് കാലിയായി കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗം ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 100 ഏക്കർ ഒരു വിദ്യാഭ്യാസ സമുച്ചയം, അവിടെ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, ആയുർവേദിക് കോളേജ്, നഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ സംരംഭങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗഭാഗങ്ങളായിട്ട് അതിനെ വിറ്റുകൊണ്ട് ഒരു ഭാഗം ഡെവലപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വഖഫിനെതിരാകുമോ എന്ന് ചോദിച്ചു നോക്കൂ. എന്തായിരിക്കും ആ പണ്ഡിതൻ പറയുക? ഇത്തരത്തിൽ സമൂഹ നന്മക്ക് വേണ്ടിയിട്ട് വെറുതെ തരിശായി കിടക്കുന്ന ഒരു ഭാഗം അതിൽ വിറ്റ് ഈ ഭാഗത്തേക്ക് അതിനെ എടുത്തുകൊണ്ട് ഡെവലപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സമൂഹത്തിൽ നന്മയുണ്ടാകുമെങ്കിൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണെന്നായിരിക്കും ആ പണ്ഡിതൻ പറയുക. അപ്പോൾ ഹുസൈൻ മടവൂറിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുക, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഈ കാസയും എബിസിയും ശങ്കരം വക്കീലും പിന്നെ മറുനാടനും ഒക്കെ പറയുന്ന ഫത്തുകൾക്ക് പകരമായിട്ട് നിങ്ങൾ അതിനെ രംഗത്ത് അവതരിപ്പിക്കുക. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞിട്ടുള്ള ആധാരത്തിലൊരു തകരാറുമില്ല, ഇത് വഖഫ് സ്വത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്നൊരു ഉപകാരമാണ് ഹുസൈൻ മടവൂര്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളത് ചെയ്യുക. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മുഹമ്മദ് സിദ്ദീഖിൻ്റെ തൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി അദ്ദേഹം വഖഫ് ചെയ്തിട്ടുള്ള സ്വത്തിനകത്ത് ഇത്തരത്തിൽ അനധികൃതമായ കാര്യങ്ങൾ നടക്കുകയും അനധികൃതമായ കുടിയേറ്റങ്ങൾ നടക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അതിനെതിരെയും സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.